അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം അത്ഫിനെ കുറിച്ചാണ്. അൽ അത്ഫ്. അത്ഫ് എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ മറ്റൊരു വാക്കിനോട്, രണ്ട് വാക്കുകളുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ഒന്നൊന്നിനോട് ബന്ധിപ്പിക്കുന്നതിനെയാണ് അറബി വ്യാകരണത്തിൽ അത്ഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ മുസ്തഫ ഒരു വാക്കാണ്, ഒരു പദമാണ്. അബ്ദുൾ റസാഖ് വേറൊരു പദമാണ്. മുസ്തഫ വ അബ്ദുൾ റസാഖ്. അപ്പോൾ മുസ്തഫിനെയും അബ്ദുൾ റസാഖിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ വാ വെച്ച് വാ, അതായത് മുസ്തഫയും അബ്ദുൾ റസാഖും. അത്ഫിൽ സാധാരണയായി രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അത്ഫിന് രണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ. ഒന്ന് അൽ മഅ്തൂഫു അലൈഹി, ബന്ധിക്കപ്പെടുന്നതിന് മുമ്പുള്ള വാക്ക്. രണ്ടാമത്തേത് അതിനോട് ചേർക്കപ്പെടുന്ന വാക്ക്, അൽ മഅ്തൂഫ് അത്ഫ്. ഇവ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കിനെ ഹർഫുൽ അത്ഫ് എന്ന് പറയും. അത്ഫിൻ്റെ ഹർഫ് എന്ന് പറയും. ഉദാഹരണമായിട്ട് ജാ മുഹമ്മദുൻ വ അലിയുൻ, അർത്ഥം മുഹമ്മദും അലിയും വന്നു എന്നാണ്. അപ്പോൾ അവിടെ മുഹമ്മദ് കഴിഞ്ഞിട്ടൊരു വാ വന്ന് പിന്നെ അലിയും വന്ന്. അപ്പോൾ ഇവിടെ മുഹമ്മദുൻ അത് മഅ്തൂഫു അലൈഹിയാണ്, മുമ്പ് വരുന്നത്. പിന്നെ വാ അത് അത്ഫാണ്, ഹർഫിൻ്റെ. പിന്നെ അലിയ് അത് മഅ്തൂഫാണ്, അത്ഫ് മഅ്തൂഫ്. അലിയും മുഹമ്മദും എന്നതിനെ പിന്തുടരുന്നതിനാൽ അതേ ഇറാബിലാണ്, രണ്ടും റഫിലാണ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജാ മുഹമ്മദുൻ വ അലിയുൻ, മുഹമ്മദിന് കിട്ടിയിട്ടുള്ള അതേ ഇറാഫ് തന്നെ രണ്ടാമത്തെ അലിയുനും കൊടുക്കണം. രണ്ടും ഇവിടെ റഫ് ആണെന്ന് അർത്ഥം. ഹുറൂഫുൽ അത്ഫ്, അതായത് പ്രധാനപ്പെട്ട ഹുറൂഫുൽ അത്ഫ് ഏതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് വാവ്. വാവിൻ്റെ അർത്ഥം കൂടാതെ അല്ലെങ്കിൽ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. രണ്ട് ഫാ, അപ്പോൾ അല്ലെങ്കിൽ ഉടനെ. പിന്നെ വരുന്നത് സുമ്മാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട്. പിന്നെ ഔ അല്ലെങ്കിൽ. പിന്നെ അതോ. അടുത്തത് ബൽ മറിച്ച്. ലാക്കിന്ന എന്നാൽ പക്ഷേ. ലാ അല്ല, ചെയ്യരുത് എന്ന അർത്ഥത്തിൽ. പിന്നെ ഹത്തി വരെ പോലും. ഇവിടെ വാവ് രണ്ട് കാര്യങ്ങളെ സാധാരണയായി വാവ് കൊണ്ട് കൂട്ടിച്ചേർക്കും. ജാ മുഹമ്മദുൻ വ അലിയുൻ, മുഹമ്മദും അലിയും വന്നു. അക്കൽത്തുൽ തുഫാഹ വൽ മൗസ, അക്കൽത്തു തിന്നു, തുഫാഹ വൽ മൗസ. തുഫാഹ ഫതഹാണ്, മൗസിയും ഫതഹാണ് അവസാനത്തിൽ. അപ്പം ഞാൻ ആപ്പിളും പഴവും കഴിച്ചു എന്നാണ് അർത്ഥം. ഇവിടെ രണ്ടും നെസ്ബാണ് കിട്ടിയത്. നേരത്തെ കിട്ടിയത് റഫായിരുന്നു, അലിയും മുഹമ്മദും. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൗസയും അതുപോലെ തന്നെ ഫാത്തഹയും. രണ്ടും നെസ്ബാണ്. ഈ നാലാമത്തെ ഫാ എടുക്കുക. സാധാരണയായി ഒന്നിന് ശേഷം ഉടനെ ഫാ മറ്റൊന്ന് സംഭവിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഫാ സൂചിപ്പിക്കുന്നതാണ് ഒന്നിന് ശേഷം ഉടനെ മറ്റൊന്ന് സംഭവിക്കുന്നത്. കാരണം ജാഅൽ മുഅല്ലമു ഫ ത്വാലിബു. മുഅല്ലമു ത്വാലിബു, അധ്യാപകൻ വന്നു, അപ്പോൾ ഉടൻ തന്നെ വിദ്യാർത്ഥികളും വന്നു. ദഹല മുഹമ്മദുൻ ഫ ജലസുൻ, മുഹമ്മദ് പ്രവേശിച്ചു ഉടനെ ഇരുന്നു, ഫാണ്ട. പിന്നെ സുമ്മ പിന്നീട് അല്ലെങ്കിൽ അതിന് ശേഷം എന്നാണ് അർത്ഥം. ഇവിടെ രണ്ട് സംഭവങ്ങൾക്കിടയിൽ ഒരു ഇടവേളയുണ്ടാകും സുമ്മ പറയുമ്പോൾ. ദഹല മുഹമ്മദുൻ, മുഹമ്മദ് വന്നു, സുമ്മ ജലസുൻ, പിന്നെന്താക്കി
ഇരുന്നു. മുഹമ്മദ് പ്രവേശിച്ചു, പിന്നീട് ഇരുന്നു. അപ്പോൾ ഫായും സുമ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫ ഉടനെ സംഭവിക്കുന്നതാണ്, സുമ്മ കുറച്ച് സമയത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. വാവോ ഒപ്പം സംഭവിക്കുന്നതാണെന്ന് അർത്ഥം. ദഹല ഫ ജലസ പ്രവേശിച്ചു ഉടനെ ഇരുന്നു. ദഹല സുമ്മ ജലസ പ്രവേശിച്ചു പിന്നീട് ഇരുന്നു. അപ്പോൾ സമയം എടുക്കുന്നുണ്ടെന്ന് അർത്ഥം സുമ്മക്ക്. പിന്നെ വരുന്ന ഔവാണ്. ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഓർ എന്ന അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഒരു പേനയോ പുസ്തകമോ എടുക്കുക എന്നുള്ളതിന് നമ്മൾ ഹുദൂഫ് കലമൻ ഔ കിതാബൻ, ഹുദു കലമൻ ഔ കിതാബൻ, കലമൻ ഫതഹ് തൻവീനി, കിതാബൻ ഫതഹ് തൻവീനി, രണ്ടിനും ഒരേ ഇറാമാണ് കിട്ടാന്നർത്ഥം. നീ മക്കയിലേക്കാണോ മദീനയിലേക്കാണോ പോകുന്നത്? അതദ്ഹബ് ഇല മക്ക ഔ അൽ മദീന, രണ്ടും ലമീറായ ഹാലാണ് അവസാനിച്ചിരിക്കുന്നത്. പിന്നെ അമ്മ്, സാധാരണയായി ചോദ്യത്തിൽ രണ്ട് അമ്മ് കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്നു. ഇദ്ഹബ് ഇല മക്ക അം അൽ മദീന, നീ മക്കയിലേക്കാണോ പോയത് അതോ മദീനയിലേക്കോ? പിന്നെ വരുന്നത് ബല്ലാണ്. ബല്ല് എന്ന് പറഞ്ഞാൽ മറിച്ച്, അല്ല, അതിന് പകരം എന്നൊക്കെ പറയും. ബൽ ഉദാഹരണമായിട്ട് മാ ജാ മുഹമ്മദുൻ ബൽ അലിയുൻ, മുഹമ്മദ് വന്നില്ല, മാ ജാ വന്നില്ല, മുഹമ്മദ് വന്നില്ല. ബൽ അലിയുൻ മറിച്ച് അലി വന്നു, അവിടെ മറിച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ലാക്കിൻ എന്ന് പറയുന്നത് പക്ഷേ. ഉദാഹരണം മാ ജാ മുഹമ്മദുൻ, മുഹമ്മദ് വന്നു, അല്ല മുഹമ്മദ് വന്നില്ല, മാ ആണല്ലോ വന്നത്. ലാക്കിൻ അലിയു, പക്ഷേ അലി എന്തായി വന്നു. അപ്പം ഇവിടെ ലാക്കിൻ ബൽ എന്നുള്ള അർത്ഥത്തിൻ്റെ അതേ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി അത്ഫിൻ്റെ പ്രധാന നിയമം എന്താണെന്ന് വെച്ചാൽ അൽ അത്ഫ് സാധാരണയായി അൽ മഅ്തൂഫു അലൈഹിനെ ഇറാബിനെ പിന്തുടരും, ഒരേ ഇറാബായിരിക്കും അർത്ഥം. അതായത് മുമ്പത്തെ വാക്ക് റഫ് ആണെങ്കിൽ അത്ഫ് വാക്കും റഫന്നെ, നെസ്ബ് ആണെങ്കിൽ അതും നെസ്ബന്നെ, ജറ ആണെങ്കിൽ അത്ഫും എന്തായിരിക്കും? ജറായിരിക്കും. ഉദാഹരണമായിട്ട് റഫിന് ഉദാഹരണം പറയാം, ജാ മുഹമ്മദുൻ വ അലിയുൻ, അവിടെ റഫാണ്. ഇനി പിന്നെ നസ്ബിനൊരു ഉദാഹരണം പറയാം, റഅയ്തു മുഹമ്മദൻ വ അലിയൻ, ഞാൻ മുഹമ്മദിനെയും അലിയെയും കണ്ടു, ഫതഹ് തൻവീനാണ് അവിടെ ഉള്ളത്. പിന്നെ ജറ് മറർത്തു ബി മുഹമ്മദിൻ വ അലിയിൻ അല്ലോ, ജറ് വന്നപ്പോൾ എന്താണ്? രണ്ടും ജറ് തന്നെ, ഞാൻ മുഹമ്മദിനെയും അലിയെയും അടുത്തുകൂടെ പോയി നടത്തും. ഇതാണ് അത്ഫിലെ പ്രധാനപ്പെട്ട നിയമം. അപ്പോൾ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ അത്ഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, അത്ഫിൻ്റെ പദങ്ങൾ മനസ്സിലായി. ഇൻഷാ അല്ലാഹ് കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.